ഈ വീഡിയോയിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ TLP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയുണ്ട് പാകിസ്ഥാനിൽ. അതിപ്പോൾ തീവ്രവാദ പട്ടികയിലാണ് അവരെ പെടുത്തിയിരിക്കുന്നത്. ഇവർ അതിതീവ്ര നിലപാടുള്ള തീവ്രവാദികൾ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് പാകിസ്ഥാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പാകിസ്ഥാൻ തന്നെ അതിതീവ്ര നിലപാട് കൊണ്ട് രൂപീകൃതമായ ഒരു രാജ്യമാണല്ലോ. അതുകൊണ്ട് അവർക്കത് പറയാനുള്ള അവകാശമില്ല. കാരണം അവിടെയുള്ള മിക്ക സംഘടനകളും ഇതേ തീവ്ര നിലപാടുള്ള സംഘടനകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെഹ്രീക്ക് ലബ്ബൈക്ക് എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ പ്രധാനമായിട്ട് ഇപ്പം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് അമേരിക്കയുമായിട്ട് ചേർന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹമാസിനെ എതിർത്തുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ പാകിസ്ഥാന് ട്രൂപ്പിനെ അയച്ചു കൊടുത്ത് അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ, അതായത് ഹമാസ് അഥവാ ഗാസയിലുള്ള മറ്റുള്ള ജിഹാദ് ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇസ്രായേലുമായിട്ട് ഫർദറായിട്ട് ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളോ ഇതൊന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ടീം അവിടെ രൂപീകരിക്കുന്നുണ്ട്. എവിടെ? ഗാസയ്ക്കുള്ളിൽ. പുതിയ ട്രംപിൻ്റെ പ്രപ്പോസലിനെ തുടർന്ന് അവിടെ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളിൽപ്പെട്ട, അതാണ് താരതമ്യേന കുറച്ച് കുറഞ്ഞ സാലറി കൊടുത്താൽ മതി. അപ്പോൾ അവർ എത്ര കാലം വേണമെങ്കിലും ഇവർക്ക് സെക്യൂരിറ്റി ഫോഴ്സിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിലൂടെ ലക്ഷ്യം വെച്ചാൽ പാകിസ്ഥാൻ ഇതിൻ്റെ പിന്നിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല. വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ അസീം മുനീർ ട്രംപിൻ്റെ മുന്നിൽ പോയി നിന്ന്, അപ്പോഴത്തേക്കും അമേരിക്ക എന്ന് പറഞ്ഞാൽ ടഫായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് ക്ലോസ് ഡോർ മീറ്റിംഗ്സ്. ഈ ക്ലോസ് ഡോർ മീറ്റിംഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കാല് പിടിക്കലല്ല, ഭീഷണിയാണ്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അസീം മുനീർ അവിടെ പോയപ്പോഴത്തേക്ക് തന്നെ അമേരിക്ക കർശനമായിട്ടുള്ള ചില ആവശ്യങ്ങൾ അവിടെ ഉന്നയിച്ചു. നിങ്ങൾ ഇമ്രാൻഖാനെ എന്തുകൊണ്ടാണ് ജയിലിനകത്ത് ഇട്ടിരിക്കുന്നത്? ഇമ്രാൻഖാനെ പുറത്തിറക്കി ഒരു ഇലക്ഷൻ സംഘടിപ്പിച്ചൂടെ എന്നുള്ള രീതിയിലുള്ള പ്രഷറൊക്കെയാണ് അവിടെ അപ്ലൈ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന വിഷയമല്ല. അമേരിക്കയ്ക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരാം എന്നാണ് അസീം മുനീറിൻ്റെ വാഗ്ദാനം. അപ്പോൾ ആ വാഗ്ദാനത്തിൻ്റെ പുറകിലാണ് കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ മാറി മറിഞ്ഞത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെ ബഗ്രാം ബേസ്, ഈ ബഗ്രാം ബേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ പലരും ചോദിക്കുന്നുണ്ട്, ഈ ബഗ്രാം ബേസ് ഇന്ത്യ ഏറ്റെടുത്തോ എന്നുള്ള ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും അതൊരു ഫേക്ക് നറേറ്റീവാണ്. ഇന്ത്യ ബഗ്രാം ബേസ് ഏറ്റെടുത്തിട്ടില്ല. ബഗ്രാം ബേസ് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു സോവറിനിറ്റിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബഗ്രാം ബേസ് അഫ്ഗാനിസ്ഥാൻ ആർക്കും തന്നെ കൊടുക്കില്ല. പിന്നെ ബഗ്രാം ബേസുമായിട്ടല്ല, അഫ്ഗാനിസ്ഥാനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അഫ്ഗാനിസ്ഥാൻ്റെ സെക്യൂരിറ്റിയും അഫ്ഗാനിസ്ഥാൻ്റെ സോവറിനിറ്റിയും റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. പക്ഷേ ബഗ്രാം ബേസ് അഫ്ഗാനിസ്ഥാൻ്റെയാണ്, അത് ഇന്ത്യയുടേതല്ല. ഇന്ത്യ അവിടെ യാതൊരു രീതിയിലുള്ള റൈറ്റും ഓൺ ചെയ്യുന്നില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇന്ത്യക്ക് ബഗ്രാം ബേസ് ഏറ്റെടുക്കാനുള്ള താല്പര്യമില്ല, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തൊട്ടടുത്ത് തജിക്കിസ്ഥാനിൽ നമുക്കൊരു എയർബേസ് ഉണ്ട്. ആ എയർബേസ് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻട്രൽ ഏഷ്യയിൽ നമ്മൾ ഓൺ ചെയ്യുന്ന എയർബേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബഗ്രാം ബേസിൻ്റെ ആവശ്യമില്ല. ബഗ്രാം ബേസ് അമേരിക്കയ്ക്കാണ് ആവശ്യം. എന്തിനാണെന്ന് പറഞ്ഞാൽ, നിലവിൽ പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാട് ഇറാനെതിരാണ്. അമേരിക്ക ആണെങ്കിൽ ഈ ഷിയ സുന്നി കാർഡിറക്കി കളിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് CIA തലപ്പത്തിരിക്കുന്ന തുൾസി ഗബ്ബാർഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇറാനിൽ മൊസാദ് അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് CIA വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ടീം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് CIA. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളിലും മൊസാദിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നാളൊരു സമയത്ത് ഇസ്രായേലിൻ്റെ താല്പര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഇറാനെ ചേർത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക തള്ളപ്പെടും. അപ്പോൾ ഇത് നാളൊരു സമയത്ത് അമേരിക്കയുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പലരും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അമേരിക്ക പെരുമാറേണ്ടതില്ല എന്നൊരു കൂട്ടർ അവിടെ വാദിക്കുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. ഇതൊക്കെ ഇവർ സെനറ്റിലും കോൺഗ്രസിലും നടക്കുന്ന ചർച്ചകൾ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പാകിസ്ഥാനെ നേരെ തിരിച്ച് ഹമാസിനെ എതിർച്ചേരിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അമേരിക്ക. ഈ ഒരു പ്രശ്നമാണ് ഈ TLP പാകിസ്ഥാൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നതിൻ്റെ കാര്യം. കാരണം ഈ TLP ഹമാസുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ TLP ഹമാസാണ്, ലിറ്ററലി ഹമാസാണ് പാകിസ്ഥാനിൽ കിടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഹമാസ് പറഞ്ഞിട്ടാണ് TLP ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിറ്ററലി ഹമാസാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഹമാസ് ഉണ്ടെങ്കിൽ അവിടെ മൊസാദ് ഉണ്ടാവണം. അപ്പോൾ മൊസാദ് ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻ്റലിജൻസ് ആയിട്ടുള്ള
റോയുടെ ഇന്റർഫിയറൻസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതാണ് ശരിക്കും പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് കത്തെഴുതി ISIക്ക് അറിയിച്ചത്. ഈ കത്തിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പാകിസ്ഥാനും ഇന്തോനേഷ്യയും അസർബൈജാനും ഈ ട്രൂപ്പുകളൊക്കെ ഗാസയ്ക്കുള്ളിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു 3 ടാസ്കുകളാണ് ഇവർക്കുള്ളത്. അതിൽ ഒന്ന്, ഗാസയ്ക്കുള്ളിലുള്ള ഇന്റർണൽ സെക്യൂരിറ്റി അത് ഉറപ്പുവരുത്തുക. നമ്പർ 1, ഇസ്രായേലിന്റെ ഗാസ അതിർത്തി, ഇസ്രായേൽ ഗാസയുമായിട്ട് പങ്കിടുന്ന അതിർത്തി, ആ ഒരു ബോർഡർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. ഇത് 2ാമത്തെ പോയിന്റ്. 3ാമത്, ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയുക. ആയുധം കടത്താൻ പാടില്ല. ആയുധം ആരാണ് കടത്തുന്നത്? ഹമാസാണ് കടത്തുന്നത്. അപ്പോൾ ഹമാസിനെതിരെയാണ് ഈ പ്രവൃത്തി. ഇതാണ് ഹമാസിനെ ചൊടിപ്പിക്കുന്ന പ്രശ്നം. ഹമാസിനെതിരെ നിൽക്കേണ്ടി വന്ന ഈ ഒരു സാഹചര്യം അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് പൈസ കിട്ടിയ എവിടെ വേണമെങ്കിലും നിൽക്കും, എവിടെ വേണമെങ്കിലും കമന്നടിച്ച് കിടക്കും എന്നുള്ളൊരു അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ ഈ ലീഡേഴ്സ് പുലർത്തുന്നത്. ഇവരെയൊക്കെ നേതാക്കൾ എന്ന് പറയാനുള്ള അന്തസ്സൊന്നും ഇവർക്കില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ മതം തിന്ന് ജീവിക്കുന്ന കുറച്ച് ജീവികൾ, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഈ TLP ഇത്രമാത്രം ശക്തി പ്രാപിച്ചത് ശരിക്കും ഈ പർവേഷ് മുഷറഫ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. പർവേഷ് മുഷറഫാണ് ഇന്റർണലി, അതായത് ഈ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് തീവ്ര നിലപാടുള്ള ആശയങ്ങൾ പടർത്താൻ വേണ്ടിയിട്ടും അതിലൂടെ പർവേഷ് മുഷറഫിന് കൂടുതൽ സപ്പോർട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ TLPയെ ഇത്രമാത്രം സ്ട്രെങ്തൻ ചെയ്ത് നിലനിർത്തിയത്. അതിൻ്റെ പങ്ക് ഏറ്റവും കൂടുതൽ പർവേഷ് മുഷറഫിനാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ ലാഹോർ മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള മാർച്ച് നടത്തുകയും അതിലൂടെ അതിഭീകരമായ നിലയിലുള്ള പ്രതിഷേധങ്ങളും അപകടങ്ങളുമാണ് ഇവർ വരുത്തിവെച്ചത്. ഇവരെ ജമാഅത്തുൽ ദാവ എന്ന് പറഞ്ഞ തീവ്ര മതനിലപാട് പ്രചരിപ്പിക്കുന്ന ആശയത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ TLP. ഈ ISI ആണ് TLPയുടെ പുറകിലും, ISI ആണ് LETയുടെ പുറകിലും. LET എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ലഷ്കർ എ തൊയ്ബയുടെ പുറകിലും. അപ്പോൾ ഈ ISI ഈ 2 ആൾക്കാരെ ഉപയോഗിക്കുന്നത്, ഈ TLPയെ ISI ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്റർണൽ ആവശ്യങ്ങൾക്ക്, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ, തിരിമറികൾ, എന്തെങ്കിലും മതപരമായിട്ടുള്ള വിഷയങ്ങൾ, ബ്ലാസ്ഫെമി കേസിലൊക്കെ പെട്ടിട്ട് കോടതിയിൽ നിന്നും റിലീസായി പുറത്തു വരുന്ന ആൾക്കാരെയൊക്കെ ആക്രമിക്കുക. പാകിസ്ഥാന്റെ ഇന്റർണലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർ. കൂട്ടമായിട്ട് പോവും, ആ മതനിന്ദ നടത്തിയ ആൾക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തും. ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഇവർ ത്രൂ ആണ് ഇന്റർണലി. അപ്പോൾ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവണം. ഈ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഇറാനിലുണ്ട്. ഇറാനിൽ ഇതേപോലെ ഈ മതസദാചാരം ഫോളോ ചെയ്യുന്നതിനെ നോക്കി നടക്കുന്ന പോലീസ് സിസ്റ്റം ഉണ്ട്. അതുപോലത്തെ ഒരു സംവിധാനം തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അതേസമയം LETയെ ISI എന്തിനാണ് കൊണ്ടു നടക്കുന്നത് പറഞ്ഞാൽ അവരെ കശ്മീർ മേഖലയിൽ നിന്നും, അതായത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് എക്സ്റ്റേണൽ ഇന്റർണൽ. അപ്പോൾ ഇന്റർണൽ TLP, എക്സ്റ്റേണൽ LET. ഇപ്പോൾ LET ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിക്കൊണ്ട് സ്ത്രീകളെ ഹയർ ചെയ്ത് തീവ്രവാദം പ്രചരിപ്പിക്കുകയാണ് ഇപ്പം. ഇനിയിപ്പോൾ അടുത്ത് കശ്മീരിൻ്റെ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നത് പെണ്ണുങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാവില്ല. ഇന്ത്യക്ക് ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് സൃഷ്ടിക്കുന്നത് അവർ. ഗാസയ്ക്കുള്ളിൽ ഹമാസിനെ കൊണ്ടുവന്ന് മീറ്റിങ്ങിലൊക്കെ പങ്കെടുപ്പിച്ചപ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഭയങ്കര ഒത്തൊരുമയായിരുന്നു. അതായത് ഈ LETയും ജയ്ഷും അതുപോലെ ഈ TLPയും. ഇവർ 3 പേരും തന്നെയാണ് ഹമാസിനെ കൊണ്ടുവന്നത്. ISIയുടെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നത്. അസീം മുനീർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് POKയിൽ അങ്ങനെ മീറ്റിംഗ് നടന്നത്. ഇനിയിപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കാണിക്കാം. ഇത് POK, പാക് ഒക്കുപൈഡ് കശ്മീരിലുള്ള കുട്ടികളെ ഇപ്പോൾ ട്രെയിൻ ചെയ്യുകയാണ് അവർ. ഈ കുട്ടികളെ ട്രെയിനിങ് കൊടുക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഗാസയെ പോലൊരു സിറ്റുവേഷൻ POKയിൽ രൂപപ്പെടുന്നു. എങ്ങനെയാണോ ഇസ്രായേലിനെതിരെയുള്ള വെറുപ്പ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണോ ആന്റിസെമിറ്റിസം ചെറിയ ക്ലാസ്സുകൾ മുതൽ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നത്, അതേ മാതൃകയിൽ ഇന്ത്യ വിരുദ്ധത പഠിപ്പിക്കുകയാണ്. എവിടെയാണ്? POKയിൽ. തലമുറകളോളം ഇന്ത്യ വിരുദ്ധത ഈ POK ഭാഗത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആശയത്തോടുകൂടി അതിതീവ്ര നിലപാടുള്ള ഈ സംഘടനകൾ പഠിപ്പിക്കുന്നതാണ്, സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നതാണ് ഈ കുട്ടികളെ. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പം തന്നെ ആന്റി ഇന്ത്യ എന്നുള്ള ആ ഒരു മോഡലാണ് വളരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇവരൊക്കെ വളർന്ന് എത്ര കാലം ജീവിക്കുന്നു, അത്രമാത്രം വർഷം നമ്മൾ ഈ ഒരു തീവ്രവാദത്തിനെതിരെ ഇനിയും പൊരുതേണ്ട ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് ഇവിടെ. ഇത് ഇന്ത്യ ഏത് രീതിയിൽ ഇതിനെ കാണുന്നു നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ ഇന്റലിജൻസിന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവും. ശക്തമായ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. അത് യുദ്ധം ചെയ്താണെങ്കിൽ ആ രീതിയിൽ ചെയ്യേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അങ്ങനെയാണ് സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോർട്ട്, ചൈനയ്ക്ക് ഒരു പോർട്ട് ബലൂചിസ്ഥാൻ ഭാഗത്ത് പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിൽ തന്നെ തികച്ചും ഇറാന്റെ ബോർഡറിലേക്ക് ചാബഹാർ പോർട്ടിൽ നിന്നും ഒരു 100 മൈൽ ഡിസ്റ്റൻസിലാണ് പുതിയൊരു പോർട്ട് അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇറാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്.
കാരണം ഇറാന്റെ മേളിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഒരു ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഇറാനെ സഹായിക്കാം എന്നുള്ള നിലയിൽ ഉള്ളിൽ വരികയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഇപ്പം ഇസ്രായേലിനോട് നിന്നുകൊണ്ട് ഇറാനെതിരെ എടുത്തിരിക്കുന്ന നിലപാട് അതാണ് ഹമാസിനെ ചൊടിപ്പിച്ചത്. ഹമാസ് പാകിസ്ഥാനെ പോലെയല്ല. ഹമാസ് അവർ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. മറ്റുള്ള അറബ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, തുർക്കി ഈ രീതിയിൽ സലഫിസം കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട്. അതിനർത്ഥം അവർ ഇറാനെ മാറ്റി നിർത്തുന്നു എന്നുള്ളതിലല്ല. ശരിക്കും ഇറാനെ ആവശ്യമുണ്ട്. അവിടെ അവർക്ക് ഹമാസിന്റെ ആസ്ഥാനമുണ്ട്, ഇറാനിൽ ഹെഡ് ഓഫീസ് ഉണ്ട്. അവിടെ ഇസ്രായേൽ ഒരു ആക്രമണമൊക്കെ നടത്തിയതുമാണ് കഴിഞ്ഞ തവണ അവർ 12 ദിവസത്തെ യുദ്ധം നടത്തിയ സമയത്ത്. കാരണം അവർക്ക് ഫണ്ട് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആരാണ് സഹായിക്കുന്നത്, അവരുമായിട്ട് അവർ നല്ല രീതിയിലുള്ള ബന്ധം വയ്ക്കുന്ന സംഘടനയാണ് ഹമാസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തിന് നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് പാകിസ്ഥാന്റെ നിലപാട്, പാകിസ്ഥാന്റെ ഹമാസിനെതിരെയുള്ള നിലപാട്, പാകിസ്ഥാന്റെ ഇറാനെതിരെയുള്ള നിലപാട്, ഈ നിലപാടുകളെ ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഹമാസ് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഹമാസ് അനുയായികൾ അഥവാ TLP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഇളക്കി വിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, മെസ്സേജ് ഒന്നേ ഉള്ളൂ. ഈ ഗാസയ്ക്കുള്ളിൽ ഈ ട്രൂപ്പ് IS ഗാസയ്ക്കുള്ളിൽ രൂപീകരിക്കുന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൽ പാകിസ്ഥാൻ പങ്കെടുക്കാൻ പാടില്ല. ഇതാണ് ആവശ്യം. അതോടൊപ്പം അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കാതിരിക്കുക. ഇതാണ് ഇപ്പം നിലവിൽ ഈ ഹമാസ് അനുയായികളായിട്ടുള്ള TLP പാർട്ടി പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ യഥാർത്ഥ കാരണം. അമേരിക്ക ഈ ബഗ്രാം ബേസ് വേണമെന്ന് ചോദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇസ്രായേലിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് അമേരിക്ക ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇറാനെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം, ഇറാന്റെ റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്ന സാഹചര്യം, ഇതെല്ലാം രൂപപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ പുറകിലുള്ള കളികളാണ്. ഇറാനെ വളരെ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ ബഗ്രാം ബേസ്. ആ ബഗ്രാം ബേസ് അഫ്ഗാനിസ്ഥാൻ തരില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അമേരിക്കയ്ക്ക് ഏകദേശം മനസ്സിലായി, ഇനി അഫ്ഗാനിസ്ഥാന്റെ മുന്നിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി അവരെ ഏതെങ്കിലും തരത്തിൽ പേടിപ്പിച്ച് ഈ ബഗ്രാം ബേസ് സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ചാലഞ്ച് സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് തയ്യാറാവാതെ പാകിസ്ഥാന്റെ സൈഡിൽ ഒരു ബേസോ ഒരു പോർട്ടോ സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഇറാനെ വളരെ എളുപ്പത്തിൽ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് സാധ്യമാക്കുകയും ചെയ്യാം. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ സൈഡിൽ ഒരു പോർട്ട് വേണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇറാനും മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൈവലറി തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ ഈ കശ്മീർ വിഷയം, ഇന്ത്യയെ ശല്യം ചെയ്യുക, അതുപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇതെല്ലാം തന്നെ ഒരു കൂടിക്കുഴഞ്ഞ അവസ്ഥയിൽ അവർ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നു. പക്ഷേ അമേരിക്കയുടെ വിഷൻ വളരെ ക്ലിയർ ആണ്. അവർ പാകിസ്ഥാനിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാനെയാണ്. അതുകൊണ്ടാണ് അവർ ബഗ്രാം ബേസ് വേണമെന്ന് പറയുന്നത്. അതിലൂടെ സെൻട്രൽ ഏഷ്യയിൽ അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു എയർ ബേസും ആവും. അതാണ് അവർ ഉദ്ദേശിച്ചത്. അവർ ഉദ്ദേശിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ പ്രസക്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.